അടുത്തത് ഇത് പറയണത് ബ്രിട്ടൻ വുഡിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ദ കൊളാപ്സ് ഓഫ് ബ്രിട്ടൻ വുഡ്സ് എന്നാണ് പറയണത്. അണ്ടർ ദ ബ്രിട്ടൻ വുഡ് മോണിറ്ററി സിസ്റ്റം, ദ US dollars attained a unique status as both a national currency and an international reserve asset instrument at the same time, a status that no other country had. എന്താണ് ബ്രിട്ടൻ വുഡ് മോണിറ്ററി സിസ്റ്റം വന്നതോടുകൂടി US എന്താണ് ഒരു യൂണിക് ആയിട്ടുള്ള സ്റ്റാറ്റസ്, അതായത് പ്രത്യേകമായിട്ടൊരു സ്ഥാനം, വേറൊരു കറൻസി കിട്ടാത്ത ഒരു സ്ഥാനം കിട്ടി. കാരണം അതിനെ നാഷണൽ കറൻസി ആയിട്ടും ഇന്റർനാഷണൽ കറൻസി ആയിട്ടും ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്റർനാഷണൽ കറൻസി ആയിട്ട് റിസർവ് അസറ്റുകൾ ഇൻസ്ട്രുമെന്റ് എന്ന രൂപത്തിൽ ഒരേ സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റൊരു രാജ്യത്തിന്റെ കറൻസിക്ക് എന്തെങ്കിലും അത്തരത്തിലൊരു സ്ഥാനം കിട്ടിയിട്ടില്ല. അതാണ് യൂണിക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. Since the world was short of money after the war, the demand for US dollars exceeded the supply. ഇതാണ് യുദ്ധം കഴിഞ്ഞതോടുകൂടി എന്താണ്, യുദ്ധം കഴിഞ്ഞ മുതൽ എന്താണ് ഇത്തിരി ബുദ്ധിമുട്ടാണ് മണിക്ക് അല്ലെ, ക്യാഷിന് എന്താണ് ഷോർട്ടേജ് വന്നു തുടങ്ങി. പക്ഷേ US സപ്ലൈ എന്ന് പറഞ്ഞാൽ ഡിമാൻഡിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് എന്ത് ചെയ്ത് സപ്ലൈ എക്സീഡ് ചെയ്യാനായിട്ട് തുടങ്ങി. The US went from being in surplus to running trade deficits. ഇപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ്സ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, US ഡോളർ കൊണ്ട് സാധിച്ചു. സിഗ്നേറ്ററി സ്റ്റേറ്റ്സ് ഓഫ് ബ്രിട്ടൻ വുഡ്സ് എഗ്രിമെന്റ് അറ്റ് ഫസ്റ്റ് വാണ്ടഡ് US dollars ടു മീറ്റ് ദർ ട്രേഡ് ഒബ്ലിഗേഷൻസ്. സിഗ്നേറ്ററി സ്റ്റേറ്റ്സുകൾ ബ്രിട്ടൻ വുഡ് എഗ്രിമെന്റിൽ സൈൻ ചെയ്താക്കണം. അവർ ആദ്യം ചെയ്ത് എന്താണ് US ഡോളേഴ്സിന്റെ ട്രേഡ് ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കിയത്. They were also happy to let the US run deficits since this provided liquidity in the national monetary system. US എന്താണ് ഡെഫിസിറ്റ്സ് ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ലിക്വിഡിറ്റി എപ്പോൾ നോക്കിയാലും എന്ത് കിട്ടുന്നുണ്ട്, US ഡോളർ കിട്ടും. അതുകൊണ്ട് തന്നെ നാഷണൽ മോണിറ്ററി സിസ്റ്റത്തിലെ വാറിന് ശേഷമുള്ള ഒരു ഡെഫിസിറ്റ് ഒഴിവാക്കുന്നതിന് ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സിഗ്നേച്ചർ സ്റ്റേറ്റ്സ് എന്തായിരുന്നു, ഹാപ്പി ആയിരുന്നു. This situation led, however, to a crisis. US balance of payments deficits kept growing and inflation started for rise in the economy. പക്ഷേ ഈ സിറ്റുവേഷൻ കൊണ്ട് എന്താണ് ഒരു ക്രൈസിസ് ഉണ്ടായി. ക്രൈസിസ് 1961 പറയണത്. ഡോളറിന്റെ കൂടുതലായിട്ട് എന്താണ് എക്സീഡ് ചെയ്യാൻ അവരുടെ കൂടുതലായി ഡോളറുകൾ ഓരോരുത്തരും ക്ലെയിം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എന്താണ് സ്റ്റോക്ക് ഓഫ് ഗോൾഡ് കൂടി. ഡോളർ എന്താണ് ഗോൾഡ് വാങ്ങിയിട്ട് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഒരു വലിയൊരു ഡെഫിസിറ്റ് അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്ന്. യൂറോപ്പ്, ജപ്പാൻ, അതുപോലെ തന്നെ ലാർജ് സർപ്ലസ് ഏതിലേക്ക് വന്ന്, യൂറോപ്പ്, ജപ്പാൻ പോലെ രാജ്യങ്ങളിലേക്ക് വന്നപ്പോൾ ആ രാജ്യങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്ത് ഗോൾഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യും ഡോളറാക്കി മാറ്റുന്നത്. But the deficit of gold implied that the United States might not be able to keep its pledge to convert dollars for gold at that official price. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴെന്താണ് അമേരിക്കക്ക് എന്തിനു ബുദ്ധിമുട്ട് വന്നത്, ഡോളറായിട്ട് അല്ലെ ഗോൾഡിന് പകരമായിട്ടാണ് അവർ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇതെന്താണ് ഗോൾഡ് കൂടുതലായിട്ട് വന്നപ്പോൾ ഡോളർ ഇവരുടെ കയ്യിൽ കുറയാൻ തുടങ്ങി. ഒഫീഷ്യൽ പ്രൈസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇറ്റ് മൈറ്റ് ഹാവ് ടു ഡീവാലുവേറ്റ് ദ ഡോളർ. ഇത് എന്തിന് കാരണമാക്കി, ഡോളറിന്റെ വാല്യൂ കുറയുന്നതിന് കാരണമാക്കി എന്നാണ് പറയുന്നത്. ഇതാണ് ക്രൈസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ US ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഡെഫിസിറ്റ്സ് ആയിട്ട് വന്നത് ഇൻഫ്ലേഷൻ ആയിട്ട് മാറി. അവരുടെ സാമ്പത്തിക അവസ്ഥയെ നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് മാറി. ദ പ്രോബ്ലം വാസ് ദാറ്റ് ഇഫ് ദ US അറ്റംപ്റ്റ് ടു കറക്റ്റ് ഇറ്റ്സ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ഇറ്റ് വുഡ് കോസ് എ ലിക്വിഡിറ്റി ക്രൈസിസ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US എന്ത് ചെയ്ത ബാലൻസ് ഓഫ് പേയ്മെന്റ് അവരുടെ ഡെഫിസിറ്റ് കറക്റ്റ് ആക്കാൻ നിന്നപ്പോൾ അവർക്ക് എന്താ ലിക്വിഡിറ്റി ക്രൈസിസ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഡോളറാക്കി കൊടുക്കാനുള്ള ഗോൾഡിനെ ഡോളറാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കണില്ല. ഇഫ് ഇറ്റ് അലൗഡ് ഇറ്റ്സ് ഡെഫിസിറ്റ് ടു കണ്ടിന്യൂ, അതിന് തുറന്നുകൊണ്ടേയിരുന്നു. അതർ സ്റ്റേറ്റ്സ് വുഡ് ലോസ് കോൺഫിഡൻസ് ഇൻ ദ ഡോളർ ആസ് എ റിസർവ് കറൻസി. അതിന്റെ ഫലമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് തോന്നി ഡോളർ ഒരു റിസർവ് കറൻസി ആയിട്ട് ഉപയോഗിക്കണം, എന്താണ് അവർക്ക് വിശ്വാസക്കുറവ് വന്നു തുടങ്ങി. ആൻഡ് സീക്ക് ടു കൺവേർട്ട് ദ ഡോളേഴ്സ് ഇൻ ടു ഗോൾഡ്. അവരെന്ത് ചെയ്ത് ഡോളർ എല്ലാവരും ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്ത് തുടങ്ങി. US ഡെഫിസിറ്റ്സ് കണ്ടിന്യൂ ടു ഇൻക്രീസ്. US ഡെഫിസിറ്റ്സ് എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. പാർട്ട്ലി ബിക്കോസ് ദ US ഹാഡ് ടു പേ ഫോർ ഇറ്റ്സ് വാർ ഇൻ വിയറ്റ്നാം. അതിൻ്റെ കൂടാതെ എന്തും വന്ന് വിയറ്റ്നാമായിട്ടൊരു യുദ്ധം US അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്ന്. കോൺഫിഡൻസ് ഇൻ ദ ഡോളർ സ്റ്റാർട്ടഡ് ടു സ്ലൈഡ്.
അപ്പം എന്താണ് അതിൻ്റെ ഇത് കുറയാൻ ഡോളറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇത് വിശ്വാസം കുറയാൻ തുടങ്ങി. Other countries began to seek as the gold standard allowed them to the conversion of their dollars into gold. മറ്റുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്ത് പണ്ടത്തെ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് പോയി തുടങ്ങി. അവരുടെ കയ്യിലെ ഡോളറൊക്കെ എന്താക്കി മാറ്റി തുടങ്ങി, അവർ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്ത് തുടങ്ങി. By 1968, the price of gold on commodities markets broke above the official $35 price. The US started experiencing a drain on its gold reserves that became a serious concern to US government authorities. 1968 ആയപ്പോൾ ഗോൾഡ് കമ്മോഡിറ്റീസ് ഉണ്ടല്ലോ, അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രോക്ക് അബവ് ദ ഒഫീഷ്യൽ, ഒരു നിശ്ചിത എമൗണ്ട് തീരുമാനിച്ചിരുന്ന് അതിനേക്കാൾ ഒഫീഷ്യൽ പ്രൈസിനേക്കാളും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ബ്രോക്ക് എന്ന് അതിനെ കവർ ചെയ്ത് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഗോൾഡ് റിസർവിൽ അവർക്കൊരു ഡ്രെയിനേജ് ഉണ്ടാവാനായിട്ട്, ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ദത ഉണ്ടാകാനായിട്ട് തുടങ്ങി. അതും ഗവൺമെന്റ് അതോറിറ്റി എന്ത് ചെയ്ത് സീരിയസ് ആയിട്ടുള്ള കാരണമാക്കി പരിഗണിച്ച്. By August 1971, the US administration was forced to sever the link between the US dollar and gold and suspend convertibility. അപ്പം അതിന്റെ ഫലമായിട്ട് യുഎസിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്ത് നിർബന്ധപൂർവം എന്ത് മാറ്റി, US ഡോളറും ഗോൾഡും തമ്മിലുള്ള ആ കൺവെർട്ടബിലിറ്റി സസ്പെൻഡ് ചെയ്ത്. They stopped allowing foreign central bank to exchange dollars for the US treasuries gold. അവരെന്ത് ചെയ്ത് ഫോറിൻ സെൻട്രൽ ബാങ്കിൽ എക്സ്ചേഞ്ച് നിർത്തിവെക്കാൻ പറഞ്ഞു. ഡോളേഴ്സ് US ഡോളർ ട്രഷറി ഗോൾഡും എക്സ്ചേഞ്ച് ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് നിർത്തിവെക്കാനായിട്ട് പറയുകയും ചെയ്തു. From that point on, the system of fixed exchange rate had come to an end as well. This is what led to the move from fixed exchange rate to floating or flexible exchange rates, whose value was determined by the daily demand and supply for them in the foreign exchange market. അപ്പോൾ ഇത്തരത്തിലെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്താണ്, ഗോൾഡിനെ ഡോളറാക്കി മാറ്റുന്നതും ഡോളറിനെ ഗോൾഡാക്കി മാറ്റുന്നതും എന്ത് ചെയ്ത് ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടാന്ന് വെച്ച്. അപ്പം അവിടെ തുടങ്ങിയാണ് എന്തിലേക്ക് വന്നിരിക്കുന്നത്, ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് വന്നതും അതുപോലെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത റേറ്റിന് മാത്രമല്ലേ ഗോൾഡ് കൺവേർട്ട് ചെയ്തിരുന്നുള്ളൂ, എമൗണ്ട് ഉണ്ടായിരുന്നു, അതിന് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു അവസാനമാവുകയും ചെയ്തു. അതിനുശേഷം അത് എന്തിലേക്ക് വന്ന് ഫ്ലോട്ടിംഗ് ഓർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് നോക്കാമെന്ന് തീരുമാനിച്ച് ബ്രിട്ടൻ വുഡ്സ് തീരുമാനിച്ച്. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഡെയിലി കാര്യങ്ങൾ നോക്കും, മാർക്കറ്റിലെ മൂവ്മെന്റ് നോക്കി, സപ്ലൈ ഡിമാൻഡ് നോക്കിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് ഏത് വേണം തീരുമാനിക്കുന്നത്. അപ്പൊ ഫിക്സഡിൽ നിന്ന് എന്തിലേക്ക് വന്നവര് ഫ്ലോട്ടിംഗ് ഓർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് വന്നു. Between August of 1971 and July of 1973, the world economy went through its most turbulent period of instability since the 1930s. 1930 ശേഷം ഏറ്റവും കൂടുതൽ ഒരു സാമ്പത്തിക മാന്യതയിലേക്ക് വന്നതാണ് എന്ന് മുതൽ എന്ന് വരെ, ഓഗസ്റ്റ് 1971 ഓഗസ്റ്റ് മുതൽ 1973 ജൂലൈ വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തിലെ സാമ്പത്തിക അവസ്ഥ മൊത്തത്തിൽ എന്താണ് വന്നത്, ഒരു ഇൻസ്റ്റെബിലിറ്റി ആണ് വന്നത്. Many key foreign currencies began to appreciate against the dollar. പല ഫോറിൻ കറൻസികളും എന്ത് ഡോളറിന്റെ മൂല്യത്തെക്കാളും കൂടുതൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. Restraints on cross-border financial flows began to emerge. ക്രോസ് ബോർഡർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്ലോസ് ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. IMF intervened and authored international meetings and agreements, but they did little to restore confidence in the Bretton Woods system. IMF അതിലെന്ത് ചെയ്ത് ഇടപെട്ട് എന്താണ് ഒരു കറൻസിയുടെ മൂല്യം കുറയണതാണ് കാരണമാണ്. അപ്പൊ അതിന് പരിഹാരം കണ്ടെത്തേണ്ട അവരുടെ ആവശ്യമാണ്. അവര് മീറ്റിംഗ് എഗ്രിമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തെങ്കിലും വളരെ കുറച്ച് വിശ്വാസം മാത്രമേ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ പിന്നീട് ആർക്കുണ്ടായുള്ളൂ, ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടായുള്ളൂ. Gold prices, a barometer of uncertainty, rose to around $60 an ounce by mid-1972 and $90 an ounce by early 1973. പിന്നെ ഗോൾഡ് പ്രൈസസിന്റെ ബാരോമീറ്റർ അൺസർട്ടനിറ്റി ഉണ്ടായി, അതായത് ഏത് വരെ അതിന്റെ പ്രൈസ് പോകാം എന്നുള്ളതിൽ കേട്ടോ. 1972 അതിന്റെ മധ്യ കാലഘട്ടത്തിൽ ഒരു ഔൺസിന് എത്രയായിരുന്നു, $60 ആണ് വന്നിരുന്നത്. 1973 ആയപ്പോൾ എത്രയായിട്ട് മാറി, ഒരു ഔൺസിന് $90 ആയിട്ടത് മാറി.
Speculation was widespread and on February 12, 1973, with exchange markets in Europe and Japan closed. The United States devalued the dollar to $42 an ounce. When markets reopened, speculation against the dollar became extensive. Within a month, nearly all major currencies were floating against the dollar. The Bretton Woods system was finished. പിന്നെ കൂടുതൽ 1973 മുതൽ എന്താണ് സ്പെക്കുലേഷൻ എല്ലായിടത്തും വളരെ രീതിയിൽ സ്പെക്കുലേഷൻ ആക്ടിവിറ്റീസ് കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഇടിയും. അപ്പോൾ യൂറോപ്പും ജപ്പാനൊക്കെ എന്ത് ചെയ്ത് ക്ലോസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറിൻ്റെ വാല്യൂ എന്ത് ചെയ്ത് ഡീവാലുവേറ്റ് ചെയ്തു. ഒരു ഔൺസിന് $42 ആയിട്ട് അവർ കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ 72 അത് 60 ആയിരുന്നത് പിന്നീട് 73 90 പിന്നെ 73 വന്നപ്പോൾ ഫെബ്രുവരി 12 എത്തിയപ്പോഴേക്കും നിർബന്ധപൂർവ്വം അവർക്ക് എന്താണ് ഡോളറിന്റെ വാല്യൂ കുറയ്ക്കേണ്ട വന്നു. ഒരു ഔൺസ് ഗോൾഡിന് എത്ര വരുള്ളൂ? $42 ആയിട്ട് കുറച്ചു. പിന്നീട് മാർക്കറ്റ് വീണ്ടും റീഓപ്പൺ ചെയ്തെങ്കിലും എന്താണ് സ്പെക്കുലേഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എതിർക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ എല്ലാ മേജർ കറൻസീസും എന്തിലേക്ക് മാറി? ഫ്ലോട്ടിംഗ് റേറ്റ് എക്സ്ചേഞ്ചിലേക്ക് മാറുകയും ഡോളറിന്റെ വാല്യൂ അവിടെ പരിഗണിക്കാതെയും വന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം തന്നെ ആകെ ഇല്ലാതാവുകയും ചെയ്തു. അപ്പം ഇത്രയുമാണ് ബ്രിട്ടൻ വുഡ്സ് എങ്ങനെയാണ് ഫിനിഷ് ചെയ്തതെന്ന് പറയുന്നത്, അതിന്റെ കാലഘട്ടം ഇല്ലായ്മ ചെയ്തത്. ഇനി നാലാമത്തെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കാലഘട്ടം പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ബ്രിട്ടൻ വുഡ്സ് കേട്ടോ. ബ്രിട്ടൻ വുഡ്സിന് ശേഷം 1973 മുതൽ ഇപ്പം വരെയുള്ള കാലഘട്ടം കേട്ടോ. സിൻസ് 1973, exchange rate have become much more volatile and less predictable. In February of 1973, the currency was set free to float. No longer was currency pegged to gold, but instead the exchange rates against other currencies were allowed to be determined by the market. 1973 മുതൽ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? കൂടുതൽ വൊളറ്റൈൽ, ലെസ് പ്രെഡിക്റ്റബിൾ ആയി. വൊളറ്റൈൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല റേറ്റ് എപ്പോൾ കൂടും എപ്പോൾ കുറയും എന്നുള്ളത്. 1970 ഫെബ്രുവരി ആയപ്പോൾ കറൻസിക്ക് എന്തോ വന്നു, അതിനെ ഫ്രീ ടു ഫ്ലോട്ടിലേക്ക് സെറ്റ് ചെയ്തത്. എപ്പോൾ വേണമെങ്കിലും എക്സ്ചേഞ്ച് റേറ്റ് മാറ്റാവുന്ന രീതിയിലേക്ക് വന്നു. കറൻസികൾ ഒരിക്കലും എന്തിൽ ഫിക്സ് ചെയ്തില്ല? ഗോൾഡ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്തില്ല. അതിന് പകരമായിട്ട് എന്താണ്? മറ്റുള്ള കറൻസീസ് എങ്ങനെയാണ് അവരുടെ ഡിമാൻഡ് സപ്ലൈ വന്ന മാർക്കിൽ അതിനനുസരിച്ചിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മറ്റുള്ള കറൻസീസിന്റെ മൂല്യം കൂടി എക്സ്ചേഞ്ചും കൂടി നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യണത്. After the breakdown of the Bretton Woods system, the International Monetary System reverted to a more decentralized, market-based model. ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിന് ബ്രേക്ക് ഡൗണിന് ശേഷം ഇല്ലായ്മ വന്നതോടുകൂടി എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ത് ചെയ്ത്? ഒരു സെൻട്രലൈസ്ഡ് അല്ല, ഡീസെൻട്രലൈസ്ഡ് ഫോർമിലേക്ക് മാറി. അവർ കൂടുതൽ മാർക്കറ്റ് ബേസ് ആയത്. മാർക്കറ്റിന്റെ ഡിമാൻഡ് സപ്ലൈയിൽ അവിടെ ഏത് കറൻസിയുടെ മൂല്യമാണ് കൂടുന്നത് കുറയണം, അതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. Major countries floated their exchange rates, made their currencies convertible, and gradually liberalized capital flows. ഭൂരിഭാഗം രാജ്യങ്ങൾ എന്ത് ചെയ്ത്? ഫ്ലോട്ടർ റേറ്റിലേക്ക് മാറി. എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലോട്ടഡ് ആക്കി. മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? കറൻസീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? കൂടുതൽ ലിബറലൈസ് ആയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ക്യാപിറ്റൽ വരാനായിട്ട് തുടങ്ങി. Hence, since 1973, the world has been in a period of floating exchange rates. 1973 മുതൽ ലോകത്ത് എല്ലായിടത്തും എന്ത് രീതിയാണ് ഫോളോ ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. Thus, the current monetary system in use is a floating rate system, but where central banks intervene from time to manage the level and control the rate of exchange in the value of their currency. കറന്റ് മോണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് ഫോളോ ചെയ്യണമെങ്കിലും സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? സമയാസമയങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇടപെടുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യങ്ങൾ എന്താണ്? മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അവരിന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കറൻസിയുടെ വാല്യൂ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂ കൺട്രോൾ ചെയ്യുന്നത്. In fact, the current system can more correctly be described as a managed system of floating exchange rates. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഫോളോ ചെയ്യുന്നതാണ്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ആർ, ഇതിന്റെ പ്രധാന സ്വഭാവ സവിശേഷത എന്താണെന്നാണ് പറയണത്? 3 പോയിന്റ്സ് ആയിട്ടാണ് പറയണത് കേട്ടോ.
The currencies are no longer backed by gold. In fact, gold has no role in the present system other than to serve as one of many asset instruments in central bank reserves. കറൻസീസ് എന്ത് ചെയ്യണില്ല, ഗോൾഡിൽ ഒരിക്കലും അവരെന്തില്ല ബാക്ക് ചെയ്യാൻ നോ ലോങ്ങർ ആണ്, ഒരിക്കലും അതിന് എന്ത് ചെയ്യണില്ല ഗോൾഡിന്റെ അടിസ്ഥാനം നിശ്ചയിക്കണില്ല. ഗോൾഡിന് പ്രസന്റ് ഇക്കണോമിയിൽ എന്താ വെച്ചാൽ യാതൊരു റോളും ഇല്ല, അതെന്തായിട്ടൊരു അസറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാത്രമാണ്, അതല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് റിസർവ് ആയിട്ട് മാത്രമാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തത്, ദ വാല്യൂ ഓഫ് ഈച്ച് കറൻസി ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓൺ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഓരോ കറൻസിയുടെ വാല്യൂ നിശ്ചയിക്കുന്നത് എന്തിനനുസരിച്ചിട്ടാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ നോക്കിയിട്ടാണ്. മൂന്നാമത്തത്, exchange rates are closely watched by central bankers to make sure that they do not become a destabilizing influence in a country's economy. Governments take steps to manage the direction and level of exchange rates. സെൻട്രൽ ബാങ്കേഴ്സ് എപ്പോഴും എന്തെങ്കിലും എക്സ്ചേഞ്ച് റേറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഡീസ്റ്റെബിലൈസിങ് ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക്ക് വരുന്നുണ്ട്. ഡീസ്റ്റെബിലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫ്ലേഷനിലേക്ക് ഡീഫ്ലേഷനിലേക്ക് പോകാതിരിക്കാൻ, വാല്യൂ ഇടിയുന്നുണ്ടോ എന്ന് നോക്കും ഓരോ രാജ്യത്തിന്റെയും കേട്ടോ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, എക്സ്ചേഞ്ച് റേറ്റ് ഒരു സെറ്റ് ആക്കുന്ന ഈക്വൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് ആവശ്യമായ നടപടികൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിന്റെ പ്രധാന സവിശേഷതകളായിട്ട് പറയണത്. The evolution of forward and futures market along with those of derivative markets have created an environment of checks and balance that help police the monetary authorities and help establish the discipline that a gold standard would have provided. എന്താണ് പറയുന്നത്, ഫോർവേഡ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ഒക്കെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എത്തിയതോടുകൂടി എന്താണ് എപ്പോഴും എൻവയോൺമെന്റ് എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് മോണിറ്ററേഴ്സിന് ആവശ്യമായ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗോൾഡ് സ്റ്റാൻഡേർഡ്സിന് ഒരു ഡിസിപ്ലിൻ അച്ചടക്കം കൊണ്ടുവരുന്നതിനും ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയുമാണ് പോസ്റ്റ് ബ്രിട്ടൻ വുഡ്സ് ഇറ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ചുരുക്കം സംക്ഷിപ്തം ഇൻ എ നട്ട് ഷെൽ എന്നാണ് പറയണത് കേട്ടോ. When a given nation or empire has achieved a regional hegemony, its currency has been a basis for international trade and hence for a de facto monetary system. എന്താണ്, ഒരു രാജ്യം അതിൻ്റെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഇപ്പൊ ഡോളർ ആണ് നമ്മൾ ആദ്യം നിശ്ചയിച്ചത്, അപ്പൊ ആ ഡോളർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യണത്, അവരുടെ പാരമ്പര്യം അല്ലെങ്കിൽ പരമ്പര ഇതെന്ത് അറിയപ്പെടുന്നത്. ഫിനാൻഷ്യൽ ട്രേഡിൽ അപ്പൊ അതൊരു ഡിഫാക്റ്റോ മോണിറ്ററി സിസ്റ്റം ആണ് ആദ്യം ഉണ്ടായിരുന്നത്, അതായത് ഗോൾഡ് സ്റ്റാൻഡേർഡിന് പറയണത് കേട്ടോ. ഗ്രേറ്റ് ബ്രിട്ടൻ ദ മോണിറ്ററി ഹെജിമണി ഡ്യൂറിംഗ് 18th century വാസ് ഇൻ എ പൊസിഷൻ ടു ഇമ്പോസ് എ മോണിറ്ററി ഓർഡർ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ ബ്രിട്ടൻ ആദ്യമായിട്ട് എന്ത് ഒരു മോണിറ്ററി ഓർഡർ ഗോൾഡ് സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് നടത്താം എന്നൊരു ഇത് കൊണ്ടുവന്നത്. A monetary system in which the standard economic unit of account is based on a fixed quantity of gold. സ്റ്റാൻഡേർഡ് എന്താണ്, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ്, അത് എത്രയാണോ വരുന്നത് അതിന് തുല്യമായിട്ടുള്ള ക്യാഷാണ് അവർ കൊടുത്തിരുന്നത്. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ മോസ്റ്റ് കൺട്രീസ് സസ്പെൻഡ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. വേൾഡ് വാർ വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും ഗോൾഡ് സ്റ്റാൻഡേർഡ് സസ്പെൻഡ് ചെയ്ത്. വിത്ത് ദ ഗ്രോത്ത് ഓഫ് അമേരിക്കൻ പവർ ദ US dollar became the basis for the international monetary system. അമേരിക്കൻ ട്രേഡിംഗ് ശക്തി വളർന്നതോടുകൂടി എന്ത് പറ്റി, ഡോളറിന് എന്ത് വന്ന ഒരു സ്ഥാനം വന്ന് ഇന്റർനാഷണൽ ട്രേഡിൽ അവർക്കാണ് മുൻതൂക്കം വന്നത്. ഫോർമലൈസ്ഡ് ഇൻ ദ ബ്രിട്ടൻ വുഡ്സ് എഗ്രിമെന്റ് ദാറ്റ് എസ്റ്റാബ്ലിഷ് ദ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് മോണിറ്ററി ഓർഡർ വിത്ത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് കറൻസീസ് ടു ദ ഡോളർ ആൻഡ് കൺവെർട്ടബിലിറ്റി ഓഫ് ദ ഡോളർ ഇൻ ടു ഗോൾഡ്. അപ്പൊ ബ്രിട്ടൻ വുഡ് എഗ്രിമെന്റ് വന്ന് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷമായിട്ട് ഒരു മോണിറ്ററി ഓർഡർ വന്ന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിച്ച് ഡോളറിന്റെ ബേസിൽ ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുകയും ചെയ്ത് ഡോളറിന് എന്തായിട്ട് മാറ്റം, ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇത്ര ഡോളറിന് ഇത്ര ഔൺസ് ഗോൾഡ് എന്നുള്ളതിൽ. ഇനി 1971 വന്നപ്പോൾ എന്താണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് എന്ത് പറ്റി, US ഡോളേഴ്സ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഗോൾഡ് ആയിട്ടും കൺവേർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. US ഡോളർ വെച്ചിട്ട് ഗോൾഡിനെ വാല്യൂ ചെയ്യുന്ന രീതി വന്നു. Currency trading with the floating exchange rate at the foreign exchange market is a key part of the post-1971 financial system.
എന്താണ് 1974 ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്ത് വന്നേ, കറൻസി ട്രേഡിംഗ് എന്തിലേക്ക് മാറി, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറ്റി. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലൊക്കെ എന്ത് ചെയ്ത് അവരുടെ ഡിമാൻഡ് സപ്ലൈ നോക്കിയിട്ടാണ് ഇതിന്റെ റേറ്റ് തീരുമാനിക്കുന്നത്. ബ്രിട്ടൻ വുഡ് സിസ്റ്റം ബ്രോക്ക് ഡൗൺ ആൻഡ് വാസ് റീപ്ലേസ്ഡ് ബൈ എ സിസ്റ്റം ഓഫ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ബ്രിട്ടൻ വുഡ് സിസ്റ്റം, അതായത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇല്ലാതാവുകയും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്ത് റേസ് ചെയ്യുകയും ചെയ്ത്. This has now become a managed floating exchange system. ഇപ്പം എന്താണുള്ളത്, ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റമാണ് ഉള്ളത്. Since the formation of the euro has gained use as a reserve currency and a unit of transactions, though the dollar has remained the primary currency. ഇപ്പം എന്താണ്, യൂറോ വന്നതോടുകൂടി യൂറോക്കാണ് എന്ത് ചെയ്യണത്, കൂടുതൽ റിസർവ് കറൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യണത്, ഒരു യൂണിറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് എങ്ങനെ വേണം തീരുമാനിക്കണത് കേട്ടോ. അപ്പം ഡോളറും ഉണ്ട് പ്രൈമറി കറൻസി ആയിട്ട്, അതിൻ്റെയോടൊപ്പം യൂറോയും കൂടി എന്തിൽ വന്നിട്ടുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. യൂറോ ഡോളറും കൂടി വന്നിട്ടുണ്ട് ഇപ്പം. ഇത്രയുമാണ് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന് ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്.